സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ലാസ്റ്റ് ടൈമിലാണ് നമ്മളായിരിക്കുന്നത്. ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവഭക്തന്മാർക്കും വേഗം വരുന്ന വിശ്വാസത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശ്വാസ കുടുംബങ്ങൾക്ക് സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ഈ ആലയം ഒരുക്കപ്പെട്ട ഹല്ലേലൂയ കർത്താവിൻ്റെ അനുഗ്രഹമായിട്ടുള്ള ഒരു വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121 സങ്കീർത്തനം 1 വാക്യം എന്ന് വായിക്കാം. 120 എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. സ്തോത്രം ചെയ്യുന്നു. ഭക്തന്റെ ഒരു പ്രാർത്ഥനയാണ്. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. അങ്ങനെ എങ്കിൽ ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളുടെയും അവൻ പ്രാർത്ഥനയുടെ നടുവിൽ, അവരുടെ കട്ടതയുടെ നടുവിൽ കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായ ദൈവത്തിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ദിനങ്ങളിൽ മറുപടിയുണ്ട്. അതിനെ തടയുവാൻ മനുഷ്യനോ പിശാചിനോ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മൾ ഇതിനകത്തിരിക്കുന്നത്. ജോർജ് വാസ് സാക്ഷ്യം പറഞ്ഞ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഒത്തിരി പേരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഇതിന് വേണ്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും നമ്മൾ കണ്ണുനീർ ഒഴുക്കാത്ത, പ്രാർത്ഥിക്കാത്ത നമ്മൾ ധരിക്കുന്നത്. നമ്മൾ എത്ര പേര് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഇല്ല. നമ്മൾ പലരും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് സ്വതം നമുക്ക് ഇതിനകത്ത് കടന്നു വരുവാൻ കഴിഞ്ഞെങ്കിൽ അത് പ്രാർത്ഥിച്ച ഭക്തന്റെ കണ്ണുനീരാണ്. ആ പ്രാർത്ഥനകളൊന്നും മറുപടി ഇല്ലാതെ പോകത്തില്ല. ഒരുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീർ ഒഴുകിയിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുവൻ ദൈവസന്നിധിയിൽ ദൈവനാമ നിമിഷം നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടിയും ദൈവം അയച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ ബഹുപ്രകടനം നമ്മൾ നോക്കുമ്പോൾ പുറപ്പാട് 17 അധ്യായത്തിൽ സ്തോത്രം ചെയ്തു. കൊണ്ടുവന്ന മോശയെ സ്തോത്രം തിരിഞ്ഞു കുത്തുന്ന അനുഭവം നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവർ 17 അധ്യായത്തോട് വായിക്കുമ്പോൾ പുള്ളിക്കിനോട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട യഹോവയുടെ കൽപ്പന പ്രകാരം അവർ രഫീദീമിൽ എത്തി. ആരുടെ കൽപ്പന പ്രകാരം? മോശയുടെ കൽപ്പന പ്രകാരമോ? അല്ല. സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം. അപ്പോൾ കൽപ്പന ആർക്ക് ലഭിക്കുന്നു? ജനത്തിനാണോ ലഭിക്കുന്നത്? അല്ല, ഭക്തനാണ് കൽപ്പന ലഭിക്കുന്നത്. ആ കൽപ്പനയ്ക്കനുസരിച്ചാണ് ദൈവഭക്തന്മാർ എന്ത് ചെയ്യുന്നത്? തന്റെ ജനത്തെ മുൻപോട്ട് നയിക്കുകയും നടത്തുകയും ചെയ്യുന്നത്. ആ നടത്തിപ്പിന്റെ നടുവിൽ പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിനെ പലപ്പോഴും എന്തില്ല, ദൈവജനം അത് അനുസരിക്കുവാനോ ദൈവജനം പലപ്പോഴും അംഗീകരിക്കുവാനോ തയ്യാറെടുക്കാത്ത ഒരു അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഏതൊരു കാര്യങ്ങൾ നടത്തുമ്പോഴും, നമ്മുടെ വിവാഹം നടത്തിക്കോട്ടെ, ഒരു വീട് വെക്കട്ടെ, അപ്പൊ എല്ലാത്തിനും ആരുണ്ട്? ഒരു നടത്തിപ്പുകാരനുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയുടെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ചുറ്റുപാടുകളിൽ സഭകൾ ഉണ്ടായിരിക്കാം, നിന്ദകൾ ഉണ്ടായിരിക്കാം, വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മളെക്കാൾ ഭാരപ്പെടേണ്ട. ദൈവം പറയുന്നു, പ്രാർത്ഥിച്ച ഭക്തന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വന്ന് മറുപടി നൽകുന്ന ഒരു ദൈവത്തെ അത്രയും പകരക്കാർ നമ്മൾ ആരാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉടയേണ്ട ചിലതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഉടയും. തകരേണ്ടത് ചിലതും നമ്മുടെ പ്രാർത്ഥന എന്ത് ചെയ്യും? തകരാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പണ്ടുള്ള ജനം ആർപ്പെട്ടപ്പോൾ എരിഹോവിന്റെ മതിലുകൾ താനെ ഇടിഞ്ഞു വീണു.